പഴയങ്ങാടി ടൗണിലാണ് ഉള്ളത്. പഴയങ്ങാടി ടൗണിൽ ഡിവൈഡർ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പഴയങ്ങാടി ടൗണിൽ കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. ഇരുചക്ര വാഹനങ്ങളും ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഈ ഡിവൈഡർ സ്ഥാപിച്ചത് മൂലം വൻ ഗതാഗത കുരുക്കിൽ പ്രതിഷേധിച്ച് ഈ വരുന്ന ഡിസംബർ 2-ന് ഹർത്താൽ ആചരിക്കാൻ വേണ്ടി വ്യാപാരികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ വ്യാപാരികൾ ഇതിൽ പ്രതിഷേധിച്ച് ഈ പഴയങ്ങാടി ടൗണിന്റെ അടുത്തുള്ളവർ മാത്രം ഹർത്താൽ ആചരിക്കുന്നു പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് ശരിയാണോ? അത് ശരി തന്നെയാണ്. കാരണം ഹർത്താല് വ്യാപാരികൾ പറഞ്ഞ ഡിമാൻഡൊന്നും ഇവിടെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടത്. അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഡിസംബർ 2-ന് പിന്നെ വ്യാപാരികളുടെ ഹർത്താല് പ്രതിഷേധമായിട്ട് ഉണ്ടാകുന്നതാണ്. എത്ര മണി മുതലാണ് ഹർത്താല്? അത് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ്. വ്യാപാരി സംഘടനകളെല്ലാം സഹകരിച്ചുകൊണ്ടുള്ള ഹർത്താലാണോ? അതെ അതെ അതെ, എല്ലാവരും സംഘടിച്ചിട്ടുള്ള ഹർത്താലാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ഈ റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ ഡെയിലി ഇവിടെ കിടക്കുന്ന ബ്ലോക്ക് ഞാൻ കാണുന്നത്. മുമ്പ് എങ്ങനെ ബ്ലോക്ക് ഉണ്ടായിരുന്നോ അതേപോലെ തന്നെ ഇപ്പോഴും ബ്ലോക്ക് ഉണ്ട്. വ്യത്യാസം എന്താ വെച്ചാൽ ഒരു ആംബുലൻസിന് പോകാൻ തന്നെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ലോറി മുന്നിലുണ്ടായാൽ ആംബുലൻസിന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പറഞ്ഞാൽ ഇതൊന്നും നേരായ രീതിയിലുള്ള വെച്ചിന് ഡെയിലി ഒരു കാറ്റടിക്കുമ്പോൾ തന്നെ വീഴുന്നൊരു പ്രവണതയെ കാണുന്നത്. വ്യാപാരത്തെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? എൻ്റെ വ്യാപാരത്തെ മാത്രമല്ല, മൊത്തത്തിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ 10-15 വർഷമായി ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ബിസിനസ്സിനെ വളരെയധികം ബാധിച്ചു. രണ്ടാമതെന്ന് വെച്ചാൽ ഞാനിത് കണ്ടിന്യൂ ആയിട്ട് കാണുന്നത് ഈ ആംബുലൻസുകൾക്ക് ഒന്ന് പോകാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ പല പ്രാവശ്യം ഡിവൈഡർ മാറ്റി കൊടുത്തിട്ടാണ് ആംബുലൻസ് പോയത്. അതിൻ്റെ വിഷമം ശരിക്കും കണ്ടറിയുന്നതാണ്. ഞാൻ ഡെയിലി കണ്ടറിയുന്നതാണ്. ഈ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വൈകുന്നേരം ഈ പകൽ വന്നിട്ട് നോക്കിയിട്ട് കാര്യമില്ല. ഈ 3 മണിക്ക് 4 മണിക്ക് ശേഷം എങ്ങനെയും ഇത് മാറുന്നില്ല. ഇത് കാലങ്ങളായിട്ട് നടക്കുന്ന ഈ സംഭവം. ഡിവൈഡർ വെച്ച പിന്നെ കൂടുതലായി ബിസിനസ്സിൽ. അതും മാത്രമല്ല, ബിസിനസ്സിന് നല്ലോണം ബാധിച്ചിട്ടുണ്ട്. നേരെ പകുതി കച്ചവടം നടക്കുന്നില്ല. വാടക കൊടുക്കാണ്ടിരിക്കാൻ കഴിയില്ലല്ല, കൊടുക്കണം. പക്ഷെ എന്താണ് മറ്റുള്ള കൂടുതൽ പണിക്കാരന് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇതിന്റെ സാലറി നമുക്ക് തന്നെ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിലേ ഇല്ല. കൃഷിയിൽ നിന്ന് പോകുന്ന അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പരിഹാരം ഈ അടുത്ത മാസം 2-ാം തീയതി ചൊവ്വാഴ്ച വ്യാപാരികൾ മൊത്തത്തിൽ തീരുമാനിച്ചത് ഹർത്താലായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് അത് തീരുമാനിച്ചതാണ്. അത് നടന്നിരിക്കും. ഇതിനെ കൊണ്ട് നമുക്ക് ഒരു ദിവസം പോയാലും പ്രശ്നം, 2 ദിവസം പോയാലും പ്രശ്നമില്ല. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ ജനങ്ങളെ ഒരു മിനിറ്റിന്റെ വില എന്താണെന്ന് ആംബുലൻസ് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. 1 മിനിറ്റിന്റെ വില